ഇത് ശത്രു സംഹാരത്തിന്റെ പ്രസാദമാ. മംഗലശ്ശേരിക്കാരെ സംഹരിക്കാനുള്ള പൂജയാ. അവളും മോളും പോകുന്നതുവരെ തൽക്കാലം ഇവിടെ നിന്ന് മാറി നിൽക്കും. പൂജ കഴിച്ചോടെ ശത്രുപക്ഷത്തെ എന്നെ കണ്ട പണി ഉറപ്പാ. ഇത് ഞാനാ, നിന്റെ ദിനേശങ്ങളാ. ഇയാൾ എന്റെ തലക്കടിച്ച് ബാഗ് എടുത്ത് കടന്നു കളഞ്ഞതാ. കള്ളൻ, ആരെങ്കിലും ഓടി വരണേ. കള്ളൻ, ആരെങ്കിലും ഓടി വരണേ. കള്ളൻ, ആരെങ്കിലും ഓടി വരണേ. കള്ളൻ. അല്ല, ലക്ഷ്മിയല്ലേ അത്? അവളുടെ പേഴ്സ് ആരോ പിടിച്ചു വാങ്ങിന്ന് തോന്നുന്നു. അത് ആരാ? അത് വാ വേഗം. നിങ്ങളുടെ കൂടെ വന്ന കുട്ടിയാണോ? ആ, അതെ. ലക്ഷ്മി, കണ്ണു തുറക്ക്. ലക്ഷ്മി, ലക്ഷ്മി, ലക്ഷ്മി കണ്ണു തുറക്ക്. വെള്ളം കുടിക്കും. ഞാനിത് എവിടെയാ? ഇത് ക്ഷേത്രം. ആ കള്ളൻ എവിടെ? അവൻ കടന്നു കളഞ്ഞു. നിന്നെ ഉപദ്രവിച്ചോ മോളെ? ഇല്ല. നിങ്ങൾ ദക്ഷമ്മയല്ലേ? ആ, അതെന്ത് ചോദ്യം മോളെ? ഞങ്ങൾ നീ മറന്നോ? ദേ സഞ്ജനി എന്റെ കൂടെ ഉണ്ട്. പേടിക്കണ്ട, ഞങ്ങൾ കൂടെയില്ലേ. ഞങ്ങളിവിടെ ഉണ്ടായത് നന്നായി. ബോധക്ഷയം വന്ന് വീണതല്ലേ. ഇനി തൊഴാനൊന്നും നിൽക്കണ്ട. വാ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ പോയിക്കോളാം. നീ തനിച്ചു പോയാ എവിടെയെങ്കിലും വീണ്ടും തല കറങ്ങി വീഴും. വാ, വന്നേ, എഴുന്നേക്ക്. പതുക്കെ. മമ്മി പറയുന്ന കേൾക്ക്. നിന്നെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ടേ ഞങ്ങൾ പോവും. വാ.
നന്ദി ചെല്ല്, ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ. ഇപ്പൊ ഇതാരാ? എന്താ മോളെ? സുഖമില്ലാത്ത കുട്ടിയെ ക്ഷേത്രത്തിലേക്ക് തനിയെ അയച്ചത് ഒട്ടും ശരിയായില്ല. ആ, ഇവളുടെ കാര്യത്തില് അത്രയ്ക്കുള്ള ഉത്തരവാദിത്വമല്ലേ നിങ്ങൾക്കുള്ളൂ. എന്താ മോളെ പറ്റിയേ? വാ. എന്താ മോളെ പറ്റിയത്? വേറെ കുഴപ്പമൊന്നുമില്ലമ്മേ. ക്ഷേത്രത്തിൽ വെച്ച് തലചുറ്റൽ വന്നു. ഭാഗ്യത്തിന് ദക്ഷമ്മ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇവൾ അങ്ങനെയല്ലേ പറയൂ. നടന്നത് അങ്ങനെയൊന്നുമല്ല. ഞാനും മോളും തൊഴുതിറങ്ങുമ്പോ കാണുന്ന കാഴ്ച ഏതോ ഒരാള് ഇവളുടെ മുന്നിൽ നിന്ന് ഓടിപ്പോകുന്നതാ. ദേ, ഇവിടെ നിന്ന നിൽപ്പില്ല ബോധം കെട്ട് വീണത്. എന്റെ ഈശ്വര, മോളെ ആരാ നിന്നെ ആക്രമിക്കാൻ വന്നേ? എനിക്ക് അയാളെ ഇപ്പൊ ഓർക്കാൻ കഴിയുന്നില്ലമ്മേ. അയാളൊരു കള്ളനാ. മുമ്പ് കണ്ട പോലെ തോന്നി. നിന്നെ അയാൾ ഉപദ്രവിച്ചോ? നിലവിളി കേട്ട് അതിനു മുമ്പ് ഞങ്ങൾ ഓടി വന്നില്ലേ. ബോധക്കേടൊന്ന് മാറിക്കിട്ടാൻ എത്ര സമയമെടുത്തെന്നോ ഞാനും പേടിച്ചുപോയി. ഈശ്വര, കണ്ടിട്ട് കാണാതെ പോകാൻ കഴിയാഞ്ഞിട്ടാ അപ്പൊ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ആ, നിരാലംബയായ ഒരു പെണ്ണായി പോയില്ലേ. അതെ, ദക്ഷമ്മ ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. രണ്ട് മരുമക്കളുമായി ശ്രീദേവി എങ്ങനെ പോകുന്നു? എങ്ങനെ നിനക്കിത് ഫേസ് ചെയ്യാൻ കഴിയുന്നു എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. വല്ലാത്ത വിധി തന്നെ. ദക്ഷ ചെയ്ത ഉപകാരത്തിന് നന്ദി. എന്ന് വെച്ചാൽ ഞാൻ ഇനി ഇറങ്ങി പോണോന്നല്ലേ? എന്നെ സൽക്കരിക്കാൻ അവൾ അകത്തേക്ക് പോയത്. ഞാൻ മിണ്ടാതെ പോയാ അവക്ക് വിഷമാവില്ലേ? നിന്റെ മകനുമായിട്ടുള്ള എന്റെ മകളുടെ കല്യാണം നടക്കാതെ പോയതില് എനിക്കിപ്പോ തെല്ലും നിരാശയില്ല. സത്യത്തിൽ സന്തോഷമായി എനിക്ക് തോന്നുന്നത്. മകൾക്ക് വേണ്ടി എല്ലാം മനസ്സിൽ കുഴിച്ചുമുടാൻ തയ്യാറായവളാ ഞാൻ. എനിക്ക് ഈ കുടുംബത്തോടുള്ള പക ദൈവം പോലും ശരിവെച്ചതുകൊണ്ടാ ആ കല്യാണം നടക്കാതെ പോയതും എന്റെ മകൾ ഇന്ന് എന്റെ പക്ഷത്ത് നിൽക്കുന്നതും. ഞാൻ വീണ്ടും നിർത്തിവെച്ചിടത്ത് തന്നെ തിരിച്ചെത്തി. ഒറ്റയടിക്കെല്ലാം തീർത്ത് കളയാനല്ല ഇനിയുള്ള എന്റെ നീക്കം. എനിക്ക് കണ്ട് ആസ്വദിക്കണം, മതിമറന്ന് സന്തോഷിക്കണം. പിന്നെന്താ നിനക്കറിയാവുന്നതൊക്കെ പുറം ലോകത്തോട് വിളിച്ചു പറയാത്തത്? നീ പറഞ്ഞോ, എന്ത് നേരിടാൻ ഞാൻ തയ്യാറാ. ഞാനായിട്ടത് പറഞ്ഞാ അവിടം കൊണ്ടെല്ലാം തീർന്നില്ലേ? നിന്റെ ഈ വാക്കുകളിൽ നിന്ന് നീ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ അറിയാം. നിനക്കൊരു നാവ് വേണം. ലക്ഷ്മിയുടെ ഭർത്താവ് സഞ്ജുവാണെന്ന് ഞാൻ കാഞ്ചനയും സ്വാതിയെയും അറിയിക്കണം. അതിനുവേണ്ടിയാ നീ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാ നിനക്ക് നിഷേധിക്കാനാവില്ല ശ്രീദേവി. ദക്ഷ നിന്റെ നാവായി മാറില്ല. ലക്ഷ്മി ഇന്ന് പഴയ അമ്മുവല്ല. അവളുടെ ഭർത്താവിനെ ആർക്കും വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറല്ല. അത് നന്നായി മനസ്സിലാക്കിയിട്ടാ എന്നോടുള്ള നിന്റെ ഈ വെല്ലുവിളി. സ്വാതി വിവരം അറിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും വൈകാതെ സഞ്ജുവുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് ഡിവോഴ്സ് നോട്ടീസ് അയക്കും. ഒരു പെണ്ണിനും ക്ഷമിക്കാൻ കഴിയാത്ത ചതിയ ശ്രീദേവിയുടെ മോൻ അവളോട് ചെയ്തിരിക്കുന്നത്. നിനക്കതൊരു വിഷയമേ അല്ല. സ്വാതി നിന്റെ ആരും അല്ലല്ലോ. നീ മരുമകളായി മനസ്സിൽ കാണുന്നത് ലക്ഷ്മിയെയാ. നിന്റെ പ്രതിരൂപം തന്നെയാ ലക്ഷ്മി. ലക്ഷ്മിയെ വാഴിക്കാനുള്ള നിന്റെ മോഹം ഞാൻ അനുവദിച്ചു തരില്ല.
നിന്റെ ഭർത്താവ് എന്റെ ജീവിതം തകർത്തു. നിന്റെ മകൻ എന്റെ മകളുടെ ജീവിതം നശിപ്പിച്ചു. അപ്പോ ദൈവം 2 മരുമക്കളെ നിന്റെ തലയിൽ കെട്ടിവെച്ച് ആ കടം വീട്ടി തന്നു. അതല്ലേ ശ്രീദേവി ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മരണത്തെക്കാളും ഇതല്ലേ വലിയ ശിക്ഷ? ഇത് കണ്ടിട്ടല്ലേ എനിക്ക് മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റൂ. ദക്ഷാമേ, ആ ചായ. സഞ്ജന അകത്ത് വന്നില്ലല്ലോ. അവളാർക്കു ഫോൺ ചെയ്യ. എന്നാ ഞാൻ സഞ്ജനയ്ക്ക് അങ്ങോട്ട് കൊണ്ടുപോയി ചായ കൊടുക്കാം. ആ അവള് ചായ കുടിക്കില്ല. ഇത് ശ്രീദേവിക്ക് കൊടുക്ക്. നിന്റെ വിവരങ്ങൾ അറിഞ്ഞ് ശ്രീദേവി നാവിറങ്ങിയ മട്ടിൽ നിൽക്കുക. ചായ. ആ ദക്ഷമേ, നാളെ സഞ്ജുട്ടന്റെ പിറന്നാളാ. ആഹാ, ആഘോഷങ്ങളൊക്കെ ഉണ്ട്. ആണോ? ആ, ദക്ഷമയും സഞ്ജനയും കൃത്യമായിട്ടും വരണം. ലച്ചു ക്ഷണിച്ച ഞങ്ങൾ വരാതിരിക്കോ? ഉറപ്പായും വന്നിരിക്കും. ഈശ്വരാ. നീ എന്താ ഇവിടെ നിൽക്കുന്നു? മമ്മി അകത്തുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് അമ്മൂനെ കൊണ്ടുവന്നതാ. ഇപ്പൊ അവളും ഞങ്ങളും അടുത്ത ബന്ധുക്കളല്ലേ? എന്താ നിന്റെ ഉദ്ദേശം? എന്തായാലും സഞ്ജുവിനെ എന്റെ സ്വന്താക്കല്ല ഇനിയുള്ള ഉദ്ദേശം. 2 പെണ്ണ് കെട്ടിയവനെ ഇനി ഏത് പെണ്ണ് മോഹിക്കാനാ? നിനക്കിനി ഇവിടെ കുടികിടപ്പല്ലാതെ മറ്റെന്ത് വഴിയാ ഉള്ളത്? സഞ്ജുവിനെ ഒന്ന് കാണണമെങ്കിൽ അമ്മുവിന്റെ കണ്ണ് വെട്ടിക്കണം. നീ നോക്കിക്കോ, നിന്നെ അവള് കൈയോടെ പൊക്കും. അവളുടെ കണ്ണിൽ അവളുടെ ഭർത്താവുമായുള്ള അവിഹിതത്തിന്. ഞാൻ സഹിച്ചു. നീ നിന്റെ പണി നോക്കി പോടി. ഞാൻ എവിടെ പോവാനാ? എന്റെ പണി ഇതൊക്കെ തന്നെയാ. ഈ നാട് വിട്ടു പോകാതെ ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് നിന്നോടുള്ള പക കൊണ്ടല്ല. എന്റെ പക സഞ്ജുവിനോടാ. എന്റെ കഴുത്തിൽ താലി കൊണ്ട് വെച്ചിട്ട് എടുത്തോണ്ട് പോയവനവൻ. അവൻ 2 പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടും ഒരു പെണ്ണിന്റെ കൂടെയും ജീവിക്കാൻ കഴിയാത്തത് അതുകൊണ്ടാ. സഞ്ജനയ്ക്ക് അതൊന്ന് കാണണം. 2 പെണ്ണോ? അമ്മ പറയുന്നത് അവളുടെ ഭർത്താവ് സഞ്ജു ആണെന്നല്ലേ? എങ്കിൽ ഞാനും അങ്ങനെ കരുതുന്നതില് എന്താ സ്വാതി തെറ്റ്? ഒന്നുകൂടി ഞാൻ നിന്നോട് പറയാം. അമ്മൂനെ നീ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാ അവളുടെ കൂടെ ഞാനും ഉണ്ടാവും. ഒരു കല്യാണം മുടങ്ങിയ കഥയൊക്കെ ഈ നാട്ടുകാർക്കറിയാം. നീയാണ് സഞ്ജുവിന്റെ ഭാര്യയെങ്കിൽ അമ്മൂനെ നീ ഇവിടെ നിന്ന് ഇറക്കി വിട്. ആ ദിവസത്തിന് വേണ്ടിയാ ഈ സഞ്ജന കാത്തിരിക്കുന്നേ. മംഗലശ്ശേരി വീടിന്റെ ഗേറ്റിന് മുന്നിൽ അവളെ ഞാൻ കൊണ്ടിരുത്തും. ആഹാ, 2ാം ഭാര്യ എത്തിയല്ലോ. ആരുടെ 2ാം ഭാര്യ ദക്ഷമേ? അതൊന്നും നിനക്കറിയില്ലെങ്കിലേ ദാ ഇവളോട് ചോദിക്ക്. ചേച്ചി പറ്റിയാണോ ദക്ഷമ ഇങ്ങനെ പറഞ്ഞത്? അതെ, അവളുടെ ഭർത്താവിന് വേറൊരു പെണ്ണുമായി കണക്ഷൻ ഉണ്ടെന്ന് കേൾക്കുന്നു. അതല്ലേ അവൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. എന്നാ പോകാം മോളെ. ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ ലച്ചു. ശരി ശരി അമ്മു.
ലച്ചു ആ സാരി കാണുമ്പോൾ അഖണ്ഡജ്യോതി ഓർക്കുമെന്ന പ്രതീക്ഷയും ഇല്ലാതെയായി. എത്ര നാൾ അവൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമെന്ന് എനിക്കറിയില്ല. സ്വാതിക്ക് അവളോട് ആദ്യം ഉണ്ടായിരുന്ന അനുകമ്പയൊന്നും ഇപ്പോഴില്ല. അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ലക്ഷ്മി അവൾക്കൊരു ജീവിതം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ജീവിക്കാൻ അനുവദിക്കണ്ടേ? എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ലച്ചുവില് എന്തെങ്കിലും ഒരു ഓർമ്മയുടെ തുണ്ട് വീണ് കിട്ടിയാൽ അതിൽ പിടിച്ച് നമുക്ക് കയറാം. അങ്കിള് തറവാട്ടിൽ നിന്നും തിരിച്ചെത്തിയോ? ഞാനൊരു രക്ഷാചരട് കാവേരിക്ക് വേണ്ടി ജപിച്ചു വാങ്ങാൻ ക്ഷേത്രത്തിൽ വന്നതാ. അവിടെ വെച്ച് ഞാൻ അമ്മൂനെ കണ്ടു. അവള് ക്ഷേത്രത്തിൽ പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഞാൻ മംഗലശ്ശേരിയിലെത്തിയത്. എന്താ അങ്കിളെ, ആകെ പരിഭ്രമിച്ച മട്ടിലാണല്ലോ. അവിടെ വെച്ചൊരു സംഭവം ഉണ്ടായി. ഒരു പയ്യൻ ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചിയിൽ നിന്ന് കാശടിച്ച് മാറ്റാൻ നോക്കിയപ്പോൾ ഞാനൊന്ന് തടഞ്ഞു. കുറച്ച് കയ്യാങ്കളിയായി. ആ സമയത്ത് അമ്മു അവിടെ എത്തി. ഇത് ഞാനാ, നിന്റെ നിരീക്ഷണങ്ങളാ. ഇയാൾ എന്റെ തലക്കടിച്ച് ബാഗ് എടുത്ത് കടന്നു കളഞ്ഞതാ. ലച്ചു അങ്കിളിനെ തിരിച്ചറിഞ്ഞില്ലേ? അതല്ല ഗോവിന്ദ്, മുമ്പ് നടന്നൊരു സംഭവം കാവേരി പറഞ്ഞു ഗോവിന്ദ് അറിഞ്ഞല്ലേ? ആ, അപ്പച്ചി ആ സംഭവം എന്നോടും പറഞ്ഞിരുന്നു. അവൾ ആ സംഭവം ഓർക്കണമെങ്കിൽ പഴയ ഓർമ്മകൾ അവളിലുണ്ടെന്നല്ലേ മനസ്സിലാക്കാൻ? അല്ലേ ഗോവിന്ദ്? തീർച്ചയായും. ലച്ചു മറന്നുപോയ നാളുകളിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണത്. അമ്മൂന് ഇങ്ങനെ ഒരു വിധി വരാൻ കാരണം ഞാനാ. അതിന്റെ കുറ്റബോധം കൊണ്ടാ ഞാൻ കാവേരിയും കൊണ്ട് എന്റെ വീട്ടിൽ പോയി നിൽക്കുന്നത്. ഇതെനിക്ക് സഞ്ജുവിനോട് വന്ന് പറയണമെന്ന് തോന്നി. എങ്ങനെയെങ്കിലും നിങ്ങൾ ആ പഴയ അമ്മൂനെ എനിക്ക് മടക്കിത്ത. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരുന്നപ്പോഴാ ഇങ്ങനൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്ന. ദിനേശ് അങ്കിളിനെ മുന്നിൽ നിർത്തി വേണം ഇനി നമ്മുടെ ഓരോ നീക്കവും. നമുക്കേ ആ പഴയ സീൻ ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്താലോ? വിജനമായ സ്ഥലത്ത് ലക്ഷ്മി എത്തിച്ചിട്ട് ദിനേശൻ അങ്കിള് അവൾ ആക്രമിക്കാൻ വരുന്നതായിട്ട്. അതല്പം കടന്നു കൈയായി പോകുമെന്നൊരു സംശയമുണ്ട്. ഏതിനും ലച്ചുവിൻ്റെ ഡോക്ടറുമായിട്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ. എന്നിട്ട് ഞാൻ സഞ്ജുവിനെ കാണാൻ വരാം. സഞ്ജു പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിക്കാം. പക്ഷേ നമ്മുടെ നീക്കം പാളിപ്പോയാൽ വലിയ വില കൊടുക്കേണ്ടി വരും. ഇതൊരു പരിശ്രമം മാത്രമല്ലേ? ദിനേശ് അങ്കിളിനെ കണ്ടപ്പോൾ ലച്ചുവിന് പെട്ടെന്ന് കഴിഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു സംഭവം നമുക്ക് വീണ്ടും ക്രിയേറ്റ് ചെയ്തുകൂടാ? സഞ്ജുവിന്റെ അഭിപ്രായം തന്നെ എനിക്കുള്ളത്. അവൾക്ക് ചിലപ്പോ ബോധക്ഷയം സംഭവിച്ചേക്കാം. പക്ഷേ അതിൽ നിന്ന് അമ്മ ഉണരുന്നത് ഓർമ്മകൾ തിരിച്ചു കിട്ടിയ നിലയിലേക്കാവില്ലേ? എന്താ ഇക്കാര്യത്തില് ഗോവിന്ദനൊരു ആശങ്ക? അമ്മൂന് എന്ത് അപകടം വരുന്ന? അപകടമുണ്ട്.
ഈ ഷോക്കിൽ അവളുടെ അവസ്ഥ കൂടുതൽ വഷളാകാൻ സാധ്യതയേറെയാണ്. ഇപ്പോ 1 വർഷത്തെ ഓർമ്മകളെ മാഞ്ഞു പോയിട്ടുള്ളൂ. ഈ ഷോക്കിൽ ഒന്നുകിൽ മനസ്സ് മുഴുവൻ ബ്ലാങ്ക് ആവാം, അല്ലെങ്കിൽ മനോനില തെറ്റിയെന്നും വരാം. വലിയ ദുരന്തത്തിൽ ചെന്ന് അവസാനിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നത് ആ ഒരു കാരണം കൊണ്ടാണ്.